കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിക്കെതിരായ പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവയവദാന ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടായ പിഴവ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ 3-അംഗ സമിതി അന്വേഷിക്കും. കരൾ ദാനം ചെയ്ത ആറ്റിങ്ങൽ സ്വദേശി രഞ്ജു 4 വർഷമായി കഴുത്തിന് താഴെ തളർന്ന് കിടപ്പിലാണ്. നാലു വർഷം മുൻപ് സുഹൃത്തിന്റെ പിതാവിന് കരൾ പകുത്തു നൽകിയതാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി രഞ്ജു. അന്നു മുതൽ ഒന്നനങ്ങാൻ പോലും കഴിയാതെ കിടപ്പിലാണ് ഈ ചെറുപ്പക്കാരൻ. പൂർണ്ണ ആരോഗ്യവാനായിരുന്ന രഞ്ജുവിന് കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കിടെ പക്ഷാഘാതം വന്നു. 2020 ജൂലൈയിൽ ലേക്ക് ഷോർ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. നിയമപോരാട്ടം തുടങ്ങിയതാണ്. ആരോഗ്യം വീണ്ടെടുക്കുമെന്ന ആശുപത്രി അധികൃതരുടെ ഉറപ്പും 10 ലക്ഷം രൂപയുടെ താൽക്കാലിക നഷ്ടപരിഹാരവും വിശ്വസിച്ചു. കേസുകൾ പിൻവലിച്ചു. പക്ഷേ ആരോഗ്യം കൂടുതൽ മോശമായതല്ലാതെ ഒരു മാറ്റവുമില്ല. 1 വർഷം മുൻപ് ന്യൂമോണിയ ബാധിച്ച് സംസാരശേഷിയും നഷ്ടപ്പെട്ടു. ഇപ്പോൾ ട്യൂബ് വഴിയാണ് ഭക്ഷണം പോലും. പരാതിയുമായി പോയപ്പോൾ ആശുപത്രി MD പോലും മോശമായാണ് പെരുമാറിയതെന്ന് രഞ്ജുവിൻ്റെ സഹോദരി. അന്നത്തെ CEO ആയ ശ്രീ SK അബ്ദുള്ള, അയാളിപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹം അവിടുത്തെ MD ആണ്. പുള്ളിനോട് പുള്ളി വളരെ റൂഡായിട്ടാണ് എന്നോട് സംസാരിച്ചത്. കാരണം അസുഖം എവിടെ വെച്ച് വേണം വരും. വീട്ടിൽ വെച്ച് വന്നാൽ നിങ്ങൾ ആരോട് ചോദിക്കും? നിങ്ങൾ എന്തെങ്കിലും സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുവെക്കോളൂ, അല്ലെങ്കിൽ പിച്ച എടുക്കൂ എന്നൊക്കെയാണ് ശ്രീ SK അബ്ദുള്ള എന്നോട് പറഞ്ഞത്. കഴിഞ്ഞ മാസമാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകിയത്. പിന്നാലെ അന്വേഷണവും പ്രഖ്യാപിച്ചു. കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 3-അംഗ സമിതി ഉടൻ അന്വേഷണം തുടങ്ങും. തുടർ ചികിത്സയ്ക്ക് വേണ്ടി കൊച്ചിയിൽ സഹോദരിക്കൊപ്പം വാടക വീട്ടിലാണ് ഇപ്പോൾ താമസം. 4 വർഷം കൊണ്ട് 1.5 കോടിയിലേറെ രൂപ ചെലവായി. ദിവസം 5000 രൂപയെങ്കിലും വേണം. തിരുവനന്തപുരത്തെ സ്ഥലവും വീടും വിറ്റു. നഷ്ടപരിഹാരം നേരത്തെ നൽകിയതാണെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.